ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ പൈസീസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ പൈസീസ് നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നമ്മൾ ആദ്യം നിങ്ങളുടെ ഫീലിങ്സ് ആണ് നോക്കാൻ പോണത്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കും. എൻഡിൽ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്ന് അതും നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ പൈസീസ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഈ സമയത്ത് എന്താണ്? ഏസ് ഓഫ് കപ്സ്, Queen of Cups, Two of Wands, Two of Pentacles. ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? Three of Swords, Queen of Pentacles, Magician and Chariot. നിങ്ങളുടെ ഓവറോൾ എനർജി. ടവർ, ഈ പേഴ്സന്റെ ഓവറോൾ എനർജി. ഡെവിൾ, പൈസീസ്, ടവർ ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് സ്കോർപ്പിയോയുടെ എനർജിയാണ്, പക്ഷേ ഇതൊരു ഷോക്കിംഗ് ചേഞ്ച്, ഒരു റെവലേഷൻ്റെ എനർജിയാണ്. ഇതൊരു എൻഡിൻ്റെയും എനർജി ആയിരിക്കാം. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് മെയ് മാസത്തിൽ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ. എന്തോ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇല്ലാച്ച ഒരു ഇൻഫർമേഷൻ പുറത്ത് വരുന്നുണ്ട്, ഒരു റിയലൈസേഷൻ ആവുന്നുണ്ട്, ഇല്ലാച്ച എന്തെങ്കിലും ഒരു വലിയ ചേഞ്ച് മാതിരി എന്തോ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ പേഴ്സന്റെ എനർജി ഡെവിൽ ആണ്, കാപ്രിക്കോൺ എനർജിയാണ്. പക്ഷെ ഇതൊരു ടോക്സിക് പേഴ്സന്റെ എനർജിയും ആവാം. ഇവർ എന്തോ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒളിപ്പിച്ചിട്ടുണ്ട്, ഓറെൽസ് അവർ ഓണസ്റ്റ്ലി നിങ്ങളോട് അത് മുമ്പേ പറഞ്ഞില്ല, ഓറെൽസ് ഇത് എന്തോ ഒരു മാന്യൂപ്പുലേറ്റീവ് ടൈപ്പ് ഓഫ് എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ്. ഇവിടെ ഞാനൊരു ഓഫർ കാണുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ഇതൊരു ലവിൻ്റെ ന്യൂ ബിഗിനിങ് ആണ്. ഇത് നിങ്ങൾ മേ ബി ഈ പേഴ്സൻ്റെ അടുത്ത് പോയി എന്തോ ഒരു ഓഫർ കൊടുത്തു, ഓറെൽസ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് എന്തോ ഒരു ഓഫർ തന്നിട്ടുണ്ട്. പക്ഷേ ഈ പേഴ്സൻ്റെ എനർജി 3 of Swords ആണ്. അപ്പം നിങ്ങൾ ഈ പേഴ്സൻ്റെ ഓഫറിനെ റിജക്റ്റ് ചെയ്തു, ഓറെൽസ് ഈ പേഴ്സൺ എന്തോ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നത് ശരിയായിരുന്നില്ല, അത് മനസ്സിലായപ്പോൾ നിങ്ങൾ ഈ പേഴ്സണിനെ റിജക്റ്റ് ചെയ്തു. ഓറെൽസ് ഈ പേഴ്സണ് അറിയാം അത് അവരുടെ നിങ്ങളുടെയും ഈ പേഴ്സൻ്റെ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യില്ല എന്ന്. എന്നുവെച്ചാൽ ഇവരുടെ ലൈഫിൽ വേറെ ഏതോ പേഴ്സൺ ഉണ്ട്, അത് അവർ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ റിജക്റ്റ് ചെയ്തു. ഈ പേഴ്സൺ കുറേ ഡിസപ്പോയിൻറ്റഡ് ആയി. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, ഓക്കെ, ഈ പേഴ്സൻ്റെ സൈഡിൽ. ക്വീൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ എനർജി. അപ്പോൾ ഇത് ഒരു വെരി ലവിങ് പേഴ്സൻ്റെ എനർജിയാണ് പൈസീസ്. നിങ്ങൾക്ക് കുറേ ഇമോഷൻസ് ഉണ്ട്, നിങ്ങളെപ്പോഴും ലവിങ് ആണ്, നിങ്ങളെപ്പോഴും യുനോ ആൾക്കാരെ വേഗം നിങ്ങൾക്ക് ആ ഫെയ്ത്ത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. വേറെ ആൾക്കാർക്കൊരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കാൻ നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്യാറില്ല. അപ്പോൾ കുറേ ഒരു ലവിങ് നേർച്ചറിങ് എനർജിയാണ് ഞാൻ നിങ്ങളുടെ സൈഡിൽ കാണുന്നത്. പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇത് അഗൈൻ വെർഗോ എനർജിയാണ്. മേ ബി നിങ്ങളൊരു വെർഗോ സൈനിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക, ഓറെൽസ് ഒരു ടോറസ് ഇല്ലാച്ച കാപ്രിക്കോൺ ആയിരിക്കാം. പക്ഷേ ഈ പേഴ്സണും ഈ സമയത്ത് അവരുടെ കരിയറിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. അതല്ലച്ച ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട്, ആ പേഴ്സൻ്റെ എനർജിയാണ് ഇത്. അതും ആവാം, മേ ബി അവർ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 of Wands ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു ക്രോസ് റോഡ്സിലാണ്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ലവ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എത്ര കോംപ്രമൈസ് ചെയ്യാൻ പറ്റും, അതാണ് ഇവിടെ ആ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടത്.
അപ്പോൾ നിങ്ങളൊരു ക്രോസ് റോഡ്സിലാണ്. ഏത് ചോയ്സ്, ഏത് ഡിസിഷൻ, ഏത് ഡിറക്ഷനിലാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാണ്ടാണ് അവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് നിങ്ങൾ ഉണ്ടാക്കണു, പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. മജിഷ്യൻ, ഈ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനാണ് നോക്കണത്. ഈ പേഴ്സണിന് നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ വേണം എന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ജെമിനി എനർജിയാണ് ഇവിടെ ഞാൻ കാണുന്നത്. ടു ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ എനർജിയാണ്, ഇതൊരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ അഗൈൻ ഇവിടെ ഒരു അൺഷുവർ എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൻ്റെ എനർജി ചാരിയറ്റ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ തിരിച്ചു വരാൻ നോക്കും നിങ്ങളുടെ ലൈഫിൽ, തിരിച്ച് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. ചാരിയറ്റും ഒരു ചോയ്സിൻ്റെ എനർജിയാണ്, ക്യാൻസർ എനർജിയാണ്. അപ്പോൾ ഇതെന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഈ ടവർ ഇവിടെ എന്താണ്? ഈ സഡൻ ഷോക്കിംഗ് ചേഞ്ച്, എൻഡിങ്, ഒരു ഏരീസ് എനർജി, എംപ്രർ എനർജി. അപ്പോൾ അഗൈൻ എനിക്ക് ഒരു ഫീലിംഗ് കിട്ടുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്. എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, അത് ആ റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓറൽസ് മേ ബി ഈ പേഴ്സൺ നിങ്ങളോട് അത് പറയുന്നുണ്ട്. ഇവിടെ ഒരു മാരേജ് ഉണ്ട്. ഓക്കെ, ജസ്റ്റിസും ഒരു മാരേജിൻ്റെ എനർജിയാണ്, കോൺട്രാക്റ്റിൻ്റെ എനർജിയാണ്, ബാലൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഏസ് ഓഫ് കപ്സ് ലീബ്ര എനർജിയാണ്, ജസ്റ്റിസ്. ഈ ഏസ് ഓഫ് കപ്സ് എന്താണ് ഇവിടെ? 4 ഓഫ് വാൻഡ്സ്. നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണമെന്നുണ്ട്. അങ്ങനെയായിരുന്നു നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കാണുന്നുണ്ടായിരുന്നെ. പക്ഷേ ഈ പേഴ്സൻ്റെ എനർജി 3 ഓഫ് സോഡ്സ് ആണ്. എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് വിഡ്രോ ചെയ്യണം. ഓക്കെ, ഈ ഹാർട്ട് ബ്രേക്ക് എന്തുകൊണ്ടാണ് ഇവിടെ? ഈ പേഴ്സൻ്റെ സൈഡിൽ ഡെത്ത്. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് അവർക്കറിയാം, ഈ എൻഡിങ് ഉണ്ടാവും എന്ന് അവർക്കറിയാം, ഇത് വർക്ക്ഔട്ട് ചെയ്യില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ എന്തെങ്കിലും ഓഫർ കൊടുക്കണ്ടാച്ചാൽ ഈ പേഴ്സൺ അതിനെ റിജക്റ്റ് ചെയ്യായിരിക്കും. അതും ആവാം. ഈ പേഴ്സണും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അവർ നിങ്ങളുടെ കൂടെ ഫ്ലേർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ മേ ബി നിങ്ങളോട് പറഞ്ഞില്ല അവരുടെ മാരേജ് ആയിണ്ടെന്ന്, അവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ടെന്ന്. ഓറൽസ് അവർക്ക് ആ ഫീലിംഗ് ഉണ്ട്, അത് അവർ നിങ്ങളെ ലൂസ് ഔട്ട് ചെയ്യും. പറഞ്ഞാൽ അവർക്ക് എന്തായാലും നിങ്ങളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടേം ഉണ്ടാവാൻ പറ്റില്ല. അപ്പോൾ ആ റിയലൈസേഷൻ ആകുമ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത്. ക്വീൻ ഓഫ് കപ്സ് നിങ്ങളുടെ എനർജി. നിങ്ങൾ കുറേ മിസ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സണെ, നിങ്ങൾ കുറേ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ട് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് മുമ്പേ ചെയ്തില്ല, എന്തുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സണോട് ചോദിച്ചില്ല. അപ്പോൾ കുറേ റിഗ്രറ്റ്സ് ഉണ്ട്, കുറേ ഒരു ഫീലിംഗ് ഓഫ് പറഞ്ഞ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്തുകൊണ്ടാണ്? ആരാണ് ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്? സൺ, ലിയോ എനർജി. ചില കേസസിൽ ഈ പേഴ്സൻ്റെ ഈ പേഴ്സൻ്റെ വേറെ ഒരു പേഴ്സൻ്റെ കൂടെ കുട്ടികൾ ഉണ്ടാവാൻ വഴിയുണ്ട്, ഫാമിലി ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ഈ ക്ലാരിറ്റി ഞാൻ ഇവിടെ കാണുന്നു, ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ്. ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങളോട് വെരി ക്ലിയർലി പറയണത് എന്താ വെച്ചാൽ അവർക്ക് നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പേ തരാൻ പറ്റുള്ളൂ. ഒരു ഇത് എന്നുവെച്ചാൽ ഇവിടെ കുറേ പാഷൻ ഉണ്ട്, പക്ഷേ ഇമോഷണലി ഈ പേഴ്സൺ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. ഓറൽസ് ലീഗലി നിങ്ങളുടെ കൂടെ ഒരു കണക്ഷൻ ഉണ്ടാവാൻ വഴിയില്ല. അത് എനിക്ക് ഇവിടെ തോന്നുന്നില്ല പറ്റും. അതാണ് ഈ പേഴ്സൺ ക്ലിയർ ആയിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ 2 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ്? 9 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇതൊരു ഹെസിറ്റൻസിയുടെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങളുടെ എനർജി 9 ഓഫ് വാൻഡ്സ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പേടി വന്നിരിക്കണോ, ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഇല്ലാണ്ട് എന്താണ് ഇപ്പോൾ പിന്നെ ഈ റിലേഷൻഷിപ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എവിടെയോ ഇത് വർക്ക്ഔട്ട് ചെയ്യില്ലാന്ന്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ആണ് ചെയ്യണത്, ഇപ്പോൾ എന്താ നെക്സ്റ്റ് ഞാൻ ചെയ്യണ്ടേ. മജിഷ്യൻ ഈ പേഴ്സൻ്റെ എനർജി ഹൈറോഫാണ്ട്. അപ്പോൾ അഗൈൻ ഈ പേഴ്സൺ ഒരു ഡിവൈൻ ഗൈഡൻസിന് വേണ്ടിയിട്ടാണ് പ്രേ ചെയ്യണത്. അവർ പ്രേ ചെയ്യണത് എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ട്. ഹൈറോഫാണ്ട് ടോറസ് എനർജിയാണ്. ഈ പേഴ്സൺ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യണത്? അവരൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണമെന്നുണ്ട് അവർക്ക് നിങ്ങളുടെ കൂടെ. ഓക്കെ, അവരുടെ സൈഡിനും 2 ഓഫ് കപ്സ് ഞാൻ കാണുന്നു. അപ്പോൾ ഫൈനലി ഇവിടെ അവരും അക്നോളജ് ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ഉണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഷുവർ അല്ല. 2 ഓഫ് പെൻറ്റിക്കിൾസ്, 5 സോർഡ്സ്. അപ്പോൾ ഇവിടെ കുറേ അൺഹെൽതി കോമ്പറ്റീഷൻ ഞാൻ കാണുന്നു. ചില കേസസിൽ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് കുറേ ഫൈറ്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഈ മാറ്ററിനെ എടുത്തിട്ട് ഈ റിലേഷൻഷിപ്പ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഞാനിവിടെ കാണുന്നുണ്ട്.
ചാരിയറ്റ് ഇവിടെ ക്വീൻ ഓഫ് വോൺസ്. അപ്പോൾ ഇവിടെ വേറെ ഒരു ക്വീനും കാണുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ പേഴ്സണെ ഇപ്പോൾ ചൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, നിങ്ങൾ ഓർ എൽസ് ആ തേർഡ് പാർട്ടി. ഓക്കെ, മതലബ് എന്താ എന്ന് വെച്ചാൽ നിങ്ങളാണ് തേർഡ് പാർട്ടി, പക്ഷെ അവരുടെ ലൈഫിൽ ആ ചോയ്സ് വന്നിരിക്കുന്നു, അവർക്ക് നിങ്ങളും വേറെ പേഴ്സൻ്റെ ഇടയ്ക്കാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ ഈ പേഴ്സൻ്റെ എന്തായിരിക്കും, ആരാണ് അവർ ചൂസ് ചെയ്യുക? അവർക്ക് കുറെ പ്രാക്ടിക്കലായിട്ടാണ് ഡിസിഷൻ എടുക്കാൻ പോണത് പൈസീസ്. എന്നുവെച്ചാൽ ഇമോഷണലി അവർ ഡിസൈഡ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ അവർ നിങ്ങളുടെ സൈഡിലേക്ക് വരും, നിങ്ങളെ ചൂസ് ചെയ്യും. പക്ഷെ ഇവിടെ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്കൊരു ഫീലിംഗ് കിട്ടണത്. കിങ് ഓഫ് സോർഡ്സ് ഒരു കുറെ പ്രാക്ടിക്കൽ ഡിറ്റാച്ച്ഡ് എനർജിയാണ്. ഏസ് ഓഫ് പെന്റിക്കിൾസ്, അപ്പോൾ അവർ ആർക്കാണ് ഇത് ഓഫർ തരാൻ പോണെന്ന് വെച്ചാൽ കുറെ അവർ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഓഫർ തരാൻ പോണേ. അപ്പോൾ അവരുടെ പാർട്ട്ണറിനെ വിട്ടിട്ടാണ് നിങ്ങളുടെ കൂടെ വരണം വെച്ചാലും അത് കുറച്ച് സമയം എടുക്കും. മേ ബി അവർക്ക് ലോയേഴ്സിൻ്റെ കൂടെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്ത് വരാൻ. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ എന്തായിരിക്കും? 3 ഓഫ് പെന്റിക്കിൾസ്. ഔട്ട്കമിലും തേർഡ് പാർട്ടി ഞാൻ കാണുന്നു. ഈ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ വാക്ക് അവേ ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് പൈസീസ് അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം. മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ ഈ ഓഫർ അക്സെപ്റ്റബിൾ ആയിരിക്കില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ വാക്ക് അവേ ചെയ്യുന്നുണ്ടാവുക. 8 ഓഫ് പെന്റിക്കിൾസും ഉണ്ട് ഇവിടെ. മേ ബി ഞാൻ പറഞ്ഞ മാതിരി ഈ റിലേഷൻഷിപ്പിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്, കുറേ കോംപ്ലിക്കേറ്റഡ് ആണ്, അതും ഒരു റീസൺ ആവാം. മേ ബി നിങ്ങൾ അതുകൊണ്ടും വാക്ക് അവേ ചെയ്യുന്നുണ്ടാവും. ചില കേസസിൽ മേ ബി നിങ്ങൾ അക്സെപ്റ്റും ചെയ്യും. ഇത് ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഒരു വൺ കൺക്ലൂഷൻ ഇവിടെ കിട്ടാൻ ഡിഫിക്കൾട്ടാണ്. എന്നുവെച്ചാൽ കുറേ ആൾക്കാർ കുറേ പൈസീസ് ഈ വീഡിയോനെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാം ഒരു സെയിം മെസ്സേജ് ആവില്ല. നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെച്ചാൽ ഒരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടായിരിക്കും. ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഒരു പേഴ്സൻ്റെ എനർജി മാത്രമല്ല, കുറേ ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഔട്ട്കം വേറെ ആയിരിക്കും. പക്ഷെ ബാക്കി മെസ്സേജസ് റെസൊനേറ്റ് ആയിച്ചാൽ ഒരു ക്ലിയർ ഔട്ട്കംന്ന് വേണ്ടിയിട്ട് എന്നെ പ്രൈവറ്റ് റീഡിങ്ങിന് ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലാച്ച വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ. ആൻഡ് അവിടെ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സൂപ്പർ താങ്ക്സ് നിങ്ങൾ അയക്കാൻ പ്ലാൻ ചെയ്യേണ്ട വെച്ചാൽ അതെൻ്റെ ചാനലിനെ കുറേ ഹെൽപ്പ് ചെയ്യും. സൂപ്പർ താങ്ക്സ് വീഡിയോയുടെ താഴെ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അയക്കാം. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.